ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് കേരളത്തിൽ ഒരുപറ്റം മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ തുടർച്ചയായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ വിരോധമൂത്ത കുറച്ച് മാധ്യമങ്ങൾ കുറേ കാലമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് ഇടതുപക്ഷത്തോടുള്ള വിരോധം മാത്രമല്ല, കേരളത്തോടുള്ള ഒരു വിരോധമായി ഈ കാര്യങ്ങൾ മാറുകയാണ്. അപ്പം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി നിങ്ങളിൽപ്പെട്ട പലരും ബ്രേക്കിംഗ് ന്യൂസായി കൊടുത്തുകൊണ്ടിരിക്കുന്ന വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ. വയനാട് ദുരന്തമുണ്ടായ ഘട്ടത്തിൽ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി ആ ദുരന്തത്തെ അതിജീവിക്കാൻ മുന്നിൽ നിന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കും സർക്കാരും കേരളത്തിലെ പൊതുവെ എല്ലാവരും സ്വീകരിച്ച ആ സമീപനത്തോട് വലിയ എതിർപ്പും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളൊന്നും ഉന്നയിക്കാനും ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ആ വയനാടുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ട വിഷയങ്ങൾ തമസ്കരിച്ച് ഗവൺമെൻറ്റിനെതിരായും പൊതുവിൽ വയനാട്ടിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്കെതിരായും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നിലയിൽ ഇത്തരം ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ വലിയ സഹായം ചെയ്യേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ തന്നെ സമീപകാല അനുഭവങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും ബീഹാറിനുമെല്ലാം കേന്ദ്ര ഗവൺമെൻറ് സമീപ ദിവസങ്ങളിൽ തന്നെ വലിയ ആനുകൂല്യം കൊടുത്ത അനുഭവം നമ്മൾ കണ്ടു. ഇവിടെ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് കേന്ദ്ര ഗവൺമെൻറ് എന്താണ് ഈ ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തത് എന്നായിരുന്നു. പക്ഷേ നിങ്ങൾ ഒരു മാധ്യമവും അതുമായി ബന്ധപ്പെട്ട വൈകുന്നേരങ്ങളിലെ ചർച്ചയോ അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുള്ള എന്തെങ്കിലും പരിപാടികളോ സംഘടിപ്പിച്ചതായി കണ്ടില്ല. പകരം നിങ്ങൾ വളരെ ബോധപൂർവം സംസ്ഥാന ഗവൺമെൻറ് ഇതാ ഇന്ന ഇനത്തിൽ ഇത്ര കോടി ചെലവാക്കിയിരിക്കുന്നു, ഇതെന്തൊരു അത്ഭുതമാണ് എന്നാണ് നിങ്ങൾ പലരും ചോദിച്ചത്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ കാണുന്നവരാണ്. എല്ലാം വിശ്വസിക്കുന്നവരാണ് എന്നൊന്നും നിങ്ങൾ കരുതേണ്ടതില്ല. കാണുന്നുണ്ട്. അതുകൊണ്ട് ആളുകളൊന്ന് ഞെട്ടി. കാരണം നിങ്ങൾ പറയുകയാണ്, ആവേശത്തോടു കൂടി നിങ്ങളുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇതാ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തായിരിക്കുന്നു. അതിനകത്ത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ, അവിടെ വളണ്ടിയർമാരുടെ സന്നദ്ധ സേവന പ്രവർത്തനത്തിന് ഇത്ര കോടി രൂപ. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഇത്? മാധ്യമപ്രവർത്തകർ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ഒരു മിനിമം മര്യാദ പാലിക്കണ്ടേ? എന്തെങ്കിലും മര്യാദ ഈ കൊടുത്ത മാധ്യമപ്രവർത്തകരും അത് പ്രസിദ്ധീകരിച്ച മാധ്യമ സ്ഥാപനങ്ങളും കാണിച്ചോ? ഇവിടെ കേരളത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തുമാവാമെന്ന ധാരണയിലാണ് പല മാധ്യമപ്രവർത്തകരും പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ ക്യാമറയും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഒരു ചാനലും അതുമായി ബന്ധപ്പെട്ട സംവിധാനവും ഉണ്ട് എന്ന് കരുതി എന്ത് തോന്നിയാസവും കേരളത്തിൽ വിളിച്ചു പറയാമെന്ന് ഒരു മാധ്യമപ്രവർത്തകരും ഒരു മാധ്യമ സ്ഥാപനവും ധരിക്കേണ്ടതില്ല. അതിശക്തമായ പ്രതിഷേധം യുവജനങ്ങളെയും ഈ കേരളത്തിലെ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ സംഘടിപ്പിക്കും. അങ്ങനെ കേരളം നിങ്ങൾ സൃഷ്ടിച്ചതൊന്നുമല്ല. നിങ്ങൾക്കങ്ങനെ തോന്നുന്നത് പോലെ വാർത്ത കൊടുത്തിട്ട് കേരളത്തെ അപമാനിക്കാനും നോക്കേണ്ടതില്ല. എന്താ നിങ്ങൾ കൊടുത്തത്? യഥാർത്ഥത്തിൽ ഈ മെമ്മോറാണ്ടം സമർപ്പിച്ചത് എന്തിനാണ് എന്ന് അല്പമെങ്കിലും സാമാന്യബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവില്ലേ? ഇതിനു മുന്നേ 2016 മുന്നേയും ഇതുപോലെയുള്ള മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടല്ലോ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്താണ് 2012, 2013 വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ സമയത്ത് 1428.75 കോടിയുടെ മെമ്മോറാണ്ടം കൊടുത്തു. അത്ര രൂപയാണ് ആവശ്യപ്പെട്ടത്. മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഇന്ന പ്രശ്നങ്ങളുണ്ട്,
അങ്ങനെ ആവശ്യപ്പെടാൻ പാടില്ല എന്നാണോ ഇവിടെ മാധ്യമങ്ങൾ പറയുന്നത്? ഈ മെമ്മോറാണ്ടം ആരാണ് തയ്യാറാക്കുന്നത്? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ചേർന്നിട്ടാണോ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത്? ഭരിക്കുന്നത് ആരാണ് എന്ന് നോക്കിയിട്ടല്ല. ഈ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥ സംവിധാനം വേറെയുണ്ട്. ആ എക്സിക്യൂട്ടീവ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കണക്കുകളൊക്കെ തയ്യാറാക്കുന്നത്. മിനിമം ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ്, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കി കണക്കുകൾ കൊടുത്ത് കേരളത്തിന് ആവശ്യമായ പണം സമാഹരിക്കുക, അത് എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 2012-2013 1428 കോടി ആവശ്യപ്പെട്ടിട്ട് കിട്ടിയത് 15.96 മാത്രമാണ്. അത്ര തുക മാത്രമേ അന്ന് കിട്ടിയിട്ടുള്ളൂ. 2012-2013 വരൾച്ചാ പ്രശ്നം ആവശ്യപ്പെട്ട് 4429.61 കോടി രൂപ മെമ്മോറാണ്ടം സമർപ്പിച്ചു. അന്ന് കിട്ടിയ എത്രയാ? 61.74 കോടി മാത്രമാണ്. 2012 തന്നെ മറ്റൊരു വരൾച്ചാ ദുരിതാശ്വാസം, ആ നിവേദനത്തിൽ കേരളം 3464.1 കോടി രൂപ. ഇവിടെ എത്ര അനുവദിച്ചത്? 18.31 ഇതൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്തും ആന്റണിയുടെ കാലത്തുമൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്കത് ബ്രേക്കിംഗ് ന്യൂസ് ആവില്ല. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതരം അസുഖം ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം എന്ന് പറയുമ്പോൾ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്ത മാധ്യമങ്ങൾക്ക് മാത്രമാണ് ബാധകം, അല്ലാത്ത മാധ്യമങ്ങളും ഉണ്ട്. അതുകൊണ്ട് അന്തസ്സിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് മാധ്യമപ്രവർത്തനത്തിൻ്റെ എല്ലാ പരിധിയും വിട്ടിട്ട് ചില മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും RSSനും BJPക്കും ഇവിടെയുള്ള കോൺഗ്രസിനും കൊട്ടേഷൻ പണി എടുക്കുകയാണ്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചിരുന്നു. എന്താ കൊട്ടേഷൻ എന്നറിയാമോ? വയനാട് ദുരന്തമുണ്ടായത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശാസ്ത്രജ്ഞന്മാരെ, കുറച്ച് കോളമിസ്റ്റുകാരൊക്കെ സമീപിച്ചു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. എന്തിനു വേണ്ടിയാ? കേന്ദ്രത്തിന് കേരളത്തെ കുറ്റപ്പെടുത്തണം. ആ കാര്യങ്ങൾ പുറത്തു വന്നു. അത് പുറത്തു വന്നത് കേരളത്തിനെതിരായതുകൊണ്ട് പ്രധാനപ്പെട്ട എന്ന് ആളുകൾ ധരിക്കുന്ന പല ചാനലുകളും ആ വാർത്തയൊന്നും ഇങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത ആ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ അന്ന് ശാസ്ത്രജ്ഞന്മാർ തയ്യാറായിട്ടില്ല. പക്ഷേ കുറച്ച് പണം കൂട്ടിക്കൊടുത്തപ്പോൾ ഇവിടെയുള്ള കുറച്ച് മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും അതിന് തയ്യാറായി എന്നാണ് ഇപ്പോൾ ഈ വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇത് അങ്ങേയറ്റം നാണക്കേടാണ്. ഇതൊന്നും ഈ സാംസ്കാരിക കേരളത്തിന് ഒട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. ഇത് അന്തസ്സുള്ള മാധ്യമപ്രവർത്തനമല്ല. യഥാർത്ഥത്തിൽ കേരളം ഒറ്റക്കെട്ടായി എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകരെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. നല്ല അന്തസ്സുള്ള സത്യസന്ധമായ വാർത്തകളെ വിശകലനം ചെയ്യാൻ ശേഷിയുള്ള മാധ്യമപ്രവർത്തകർ ധാരാളമുണ്ട്. അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഒറ്റ മനസ്സോടു കൂടിയിട്ട് 500-ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഈ ദുരന്തം നമ്മൾ അതിജീവിക്കേണ്ടത്. അതിനു പകരം ഇത്തരം കുത്തിത്തിരിപ്പ് വാർത്തകളുമായിട്ട് ചില പ്രത്യേക ലക്ഷ്യം വെച്ച് വരുന്ന രീതി ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കും എന്നാണ് DYFI പ്രഖ്യാപിക്കാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ 4 എഴുത്തെഴുതി 4 വാർത്ത ബ്രേക്കിംഗ് കൊടുത്ത് അതിന്മേൽ കുറച്ചാളുകളെ വൈകുന്നേരം കൊണ്ട് കൊട്ടേഷൻ ചർച്ചകൾ സംഘടിപ്പിച്ചിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കേരളത്തിൻ്റെ ഈ ഉയർന്ന ജനങ്ങളുടെ സാമൂഹ്യ വീക്ഷണത്തെയും അവരുടെ ബോധത്തെയും അളക്കാൻ നിങ്ങൾ നിൽക്കരുത്. കേരളത്തിലെ ജനങ്ങളെ മൊത്തം ഈ നിലയിൽ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത്. മൊത്തത്തിലൊരു കച്ചവടമായി കാണുകയാണ്. ചില മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ചില ആളുകൾ പറയുന്നു, അയ്യോ ഞങ്ങളിങ്ങനെ സത്യസന്ധമായ വാർത്ത കൊടുത്താലൊന്നും നമുക്ക് ലാഭം ഉണ്ടാവില്ല. ഇപ്പം മായം ചേർത്ത ഈ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കാലമാണ്. ചില പൊടികൾ, മസാലപ്പൊടികളൊക്കെ മായം ചേർത്ത് വിൽക്കും. ചില കേസുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം മായം ചേർക്കാത്ത വാർത്തകളൊന്നും കച്ചവടം ആവില്ല എന്നാണ് ചില മാധ്യമപ്രവർത്തകർ തന്നെ രഹസ്യമായിട്ടൊക്കെ പറയുന്നത്. എന്തൊരു ഗതികേടാണിത്! ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഒരു വലിയ വ്യവസായമായി കണ്ട് ഇങ്ങനെയുള്ള പൊടിപ്പും തൊങ്ങലും കള്ള വാർത്തയും നിരന്തരമായി പ്രചരിപ്പിക്കുന്ന ഈ രീതി അവസാനിപ്പിക്കാൻ കേരളീയ സമൂഹത്തെ സജ്ജമാക്കും എന്നാണ് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുന്നത്. പിന്നെ മറ്റൊരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്.
അത് കുറച്ച് യൂട്യൂബേഴ്സാണ്. അതും പ്രധാനം കച്ചവടം തന്നെയാണ്. നിങ്ങൾക്കെതിരെ എനിക്ക് ദേഷ്യമുണ്ടെങ്കിൽ അവനെ ശരിപ്പെടുത്താൻ ഞാൻ ഒരു വാർത്ത ചെയ്യാം, കുറച്ച് കാശ് കൊടുത്താൽ മതി. ഇപ്പോൾ DYFI അപകീർത്തിപ്പെടുത്താൻ കുറച്ച് യൂട്യൂബേഴ്സ് പണം വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അവരെ എല്ലാം കാണേണ്ടതുപോലെ തന്നെ കാണും. ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും. അങ്ങനെ പണം വാങ്ങിയിട്ട് ഞങ്ങളെ അങ്ങ് ഇകഴ്ത്തി കാണിച്ച് പോവാമെന്നും ഒരാളും കരുതേണ്ടതില്ല. ഇവിടെ വയനാട് വളരെ സാഹസികമായി ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് DYFIയുടെ ആയിരക്കണക്കിന് വളണ്ടിയർമാർ അവിടെ സന്നദ്ധ സേവന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. ആ സന്നദ്ധ സേവന പ്രവർത്തനത്തിന് ഞങ്ങൾ കാശ് വാങ്ങി എന്നാണ് ചില യൂട്യൂബർമാർ ഈ കോൺഗ്രസ് BJP കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അത്തരം ആളുകൾക്ക് ശക്തമായ നിലയിൽ തന്നെ മറുപടി കൊടുക്കും എന്നാണ് അത് സംബന്ധിച്ച് ഇവിടെ നിങ്ങൾക്ക് മുമ്പാകെ സൂചിപ്പിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് DYFI ജനങ്ങൾക്കിടയിൽ ശക്തമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നാളെ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ മാധ്യമ നുണകൾ തുറന്നു കാട്ടുന്ന പ്രതിഷേധം സംഘടിപ്പിക്കും. യുവജന പ്രതിഷേധമാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, തിരുവനന്തപുരത്ത് ഈ മാധ്യമങ്ങളുടെ നുണപ്രചരണത്തിനെതിരായി ഒരു സെമിനാർ സംഘടിപ്പിക്കണം എന്നുകൂടി ഉദ്ദേശിക്കുകയാണ്. ഈ പ്രതിഷേധവും ഈ സെമിനാറും കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുന്നില്ല. ശക്തമായ നിലയിൽ തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭവും അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് DYFI ആലോചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രവർത്തനത്തിന് ഈ നാടിൻ്റെ ആകെ പിന്തുണ ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്.